ഹലോ, വെൽക്കം ടു ആർക്കി സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പണിമുടക്ക് ദിവസം വന്നപ്പോൾ പെട്ടെന്നാണ് ആനന്ദൻ്റെ മെസ്സേജ് അയച്ചത്, നമുക്കൊന്ന് ഊട്ടി വരെ പോയിട്ട് വന്നാലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ വണ്ടി എടുത്തിട്ട് രാവിലെ തന്നെ ഇറങ്ങി ഊട്ടിക്ക്. ഫോറസ്റ്റിലേക്ക് കയറിയ പാടെ തന്നെ ഞങ്ങൾക്കൊരു അനിമൽ സൈറ്റിംഗ് കിട്ടി. ഒരു ആനേനെയായിരുന്നു കണ്ടേ, ഒരു കുഞ്ഞാന. പക്ഷെ ആ ആന നല്ല ക്ഷീണിച്ചിട്ടായിരുന്നു, അതിന്റെ വാലൊക്കെ മുറിഞ്ഞ് നല്ല ക്ഷീണത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു ദൂരം കൂടെ പോയപ്പോഴേക്ക് ഒരുപാട് കാട്ടുകൾ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. അടുത്തൊന്നും കാണാൻ പറ്റില്ലെങ്കിലും കുറച്ച് ദൂരെയായിട്ട് ആ കാട്ടുകളെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പണിമുടക്കായതുകൊണ്ട് നാട്ടിൽ എവിടെയും കടകളും തുറന്നിട്ടില്ലല്ലോ. ഗുണ്ടൽപേട്ട എത്തിയപ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് ആനന്ദേട്ടൻ പറയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കയറി. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഗുരു രാഘവേന്ദ്ര ഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. പോകുമ്പോൾ തന്നെ മുന്നിൽ കുറേ പൊരിച്ച ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഉഴുന്നുവടയും ഉള്ളിവടയോ പിന്നെ ഗുണ്ടൽപേട്ടിൽ ഉള്ള എന്തൊക്കെയോ സ്പെഷ്യൽ കടികളും ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് അതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്യാനൊന്നുമില്ല. നല്ല ചൂടുള്ള മസാല ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മതിയെന്നായി. എനിക്ക് ശരിക്കും ഇഷ്ടമായത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി ആ സാമ്പാറിൽ കുളിപ്പിച്ചവർ തന്നെ. സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തു പോയി കഴിഞ്ഞാൽ മസാല ദോശ മാത്രം പ്രിഫർ ചെയ്യുന്ന എനിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഗുണ്ടൽപേട്ടയുടെ ഐക്കോണിക് ആയിട്ടുള്ള സൂര്യകാന്തി തോട്ടവും ചോളത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങിയത്. ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു. ചോളം രണ്ട് ടൈപ്പിലാണ് നമുക്ക് സാധാരണഗതിയിൽ അറിയുന്നത്. അതിൽ അരിച്ചോളം എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. പിന്നെ ചെറിയ നമ്മൾ കഞ്ഞി പോലത്തെ വെക്കുന്ന ടൈപ്പ് കഞ്ഞിയൊക്കെ വെക്കാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന പിന്നെ ചോളം. ഞങ്ങൾ പോയത് ജൂണിന്റെ തുടക്കത്തിലായതുകൊണ്ട് തന്നെ സൂര്യകാന്തി ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പല സ്ഥലങ്ങളിലായിട്ട് ചിന്നി ചെതറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും അങ്ങനെ കിട്ടില്ല. ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതി വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സൂര്യകാന്തി തോട്ടങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട ഒരു ചെറിയൊരു സൂര്യകാന്തി പാടം കണ്ടിട്ട് ഇനി ഊട്ടിയിലേക്ക്. അങ്ങനെ മുതുമലൈ ടൈഗർ റിസർവ് എത്തിയ സമയത്ത് എന്നാൽ പിന്നെ നമുക്കിന്ന് കാട് കയറിയാലോ എന്ന് വിചാരിച്ചു. ജീപ്പിലാണ് പോകേണ്ടത്, പക്ഷേ അതിനെട്ടാക്ക്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ജീപ്പിലും പോവാം ബസ്സിനും പോവാം. ജീപ്പിലാണെങ്കിൽ 8 പേര് വേണം. ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലേക്ക് കയറി ചെല്ലുന്തോറും മലയാളം സംസാരിക്കുന്നതാ കേൾക്കുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ ഹർത്താൽ ദിവസം വീട്ടിലിരിക്കാണ്ട് ഊട്ടി കാണാൻ ഇറങ്ങി ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. എന്താ ഓരൊക്കെ സൈഡ് സീറ്റ് പിടിച്ചിട്ടുണ്ടാവും, അതിന് മാത്രം ആൾക്കാരുണ്ട് അവിടെ. അതാ കയറി, അതാ ഓടി കയറുന്നു തീർന്നു ആണ്. നമ്മളവിടെ കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തന്നപ്പോഴേക്ക് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വണ്ടി കയറി. ഞങ്ങൾ വിചാരിച്ചു സൈഡ് സീറ്റ് ഒന്നും കിട്ടില്ലാന്ന്. പക്ഷെ അതിനുള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് തരുന്ന ടോക്കണിന്റെ മുകളിൽ സീറ്റ് നമ്പർ ഉണ്ടാവും, ആ സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി സൈഡ് സീറ്റ്. നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും മലപ്പുറംകാരായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിൽ കയറി പിന്നെ ഫുള്ള് ഫുട്ബോളും ടൂർണമെൻറ്റും അരീക്കോട് FC മഞ്ചേരി FC എന്തൊക്കെയോ കഥകളായിരുന്നു. ഡ്രൈവർ ചേട്ടന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു, കാരണം ഫുൾ ഒച്ചപ്പാടും ബഹളവും അല്ലേ. വണ്ടീൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം ഉണ്ടാക്കരുത് എന്നുള്ളത്. അങ്ങനെ ഫോറസ്റ്റിനുള്ളിൽ കയറിയെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള ആനിമൽസിനൊന്നും അവിടെ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറേയധികം മാനിനെ കണ്ടു, 1-2 മയിലിനെ കണ്ടു, പിന്നെ കുരങ്ങന്മാരോ അതെന്തൊക്കെയോ കുറച്ചെണ്ണം മാത്രം.
നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിന് സൈഡിൽ ഒരു ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. പുറത്തെത്താനായപ്പോഴേക്കും ഞങ്ങളൊരു ആനേനെയും കുട്ടീനെയും കണ്ടു. ഞങ്ങൾ കുറേ അതിനോട് തിരിഞ്ഞു വെക്കാനൊക്കെ പറഞ്ഞു, പക്ഷെ നിൽക്കണ്ടേ, എന്താ ചെയ്യുക, അത് അങ്ങോട്ട് പോവാ മൈൻഡ് ചെയ്യാതെ. ഒന്നുകൂടി തിരിഞ്ഞു നോക്കോ? ഹലോ, ഒന്നുകൂടി തിരിഞ്ഞു നോക്കാമോ? കാട് കയറി കാര്യമായിട്ടുള്ള മൃഗങ്ങളൊന്നും കാണാൻ പറ്റാത്ത വിഷമത്തില് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ഊട്ടി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.